ഹായ് നമസ്കാരം. സിനിമാ വിശേഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണോട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് മലയാളത്തിൽ വലിയൊരു അപ്ഡേഷൻ, അല്ലെങ്കിൽ മലയാളത്തിന്റെ മഹാനടന്മാരായിട്ടുള്ള നമ്മുടെ മമ്മൂക്കായും ലാലേട്ടന്റെയും സിനിമകൾ ക്ലാഷ് റിലീസായിട്ട് എത്തിയിട്ട് ഏതാണ്ട് 8 വർഷത്തോളമായി. അപ്പൊ ഈ 8 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ സിനിമ ഏതാണെന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് ഇതുവരെ മമ്മൂക്കാടേയും ലാലേട്ടന്റെയും ഏതൊക്കെ സിനിമകളായിരുന്നു ബോക്സ് ഓഫീസിൽ വിജയിച്ചത്, അല്ലെങ്കിൽ ഏതൊക്കെ സിനിമകൾ പരാജയപ്പെട്ടു പോയി എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കിയതിനു ശേഷം ഈ വരുന്ന ഓണം, അതായത് സെപ്റ്റംബർ 12-ാം തീയതി വലിയ 2 സിനിമകൾ ഒരേപോലെ തിയേറ്ററിലേക്ക് എത്തുന്നു. സത്യത്തിൽ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമായിരിക്കും. ഒരു സ്പെഷ്യൽ ഓണമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതോടൊപ്പം തന്നെ മറ്റ് 4-5 സിനിമകളും അതേ സമയം തന്നെ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് റിലീസിനായിട്ട് എത്തുന്നുണ്ട്. 1992-ൽ മമ്മൂക്കാടേയും ലാലേട്ടന്റെയും 2 സിനിമകൾ അത് ക്ലാസ് റിലീസായിട്ടാണ് എത്തിയത്. ആദ്യം റിലീസിനായിട്ട് എത്തിയത് ലാലേട്ടന്റെ യോധ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. ജഗതിയും ലാലേട്ടന്റെയും ഒരു സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഫാസിൽ സംവിധാനം ചെയ്ത മമ്മൂക്കാടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തിയത്. അതൊരു തരംഗമായി എന്ന് മാത്രമല്ല, സ്ത്രീ പ്രേക്ഷകരെ ഇത്രയധികം തിയേറ്ററിലേക്ക് എത്തിച്ച ഒരു സിനിമ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാം. അതായത് 100 ദിവസത്തോളം സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു. അതിനുശേഷം 1993, അതായത് ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും മമ്മൂക്കായും ലാലേട്ടന്റെയും സിനിമകൾ ക്ലാഷ് റിലീസായിട്ട് എത്തുന്നത്. ഏപ്രിൽ 11-ാം തീയതി മമ്മൂക്കാട വാത്സല്യം എന്ന സിനിമ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. സിനിമ വേറെ ലെവലായിരുന്നു. ആ സിനിമ കുടുംബ പ്രേക്ഷകർ കൈ നീട്ടി സ്വീകരിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. ലാലേട്ടന്റെ ദേവാസുരം എന്ന് പറയുന്ന സിനിമയും തിയേറ്ററിൽ റിലീസ് ചെയ്ത്. ദേവാസുരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇപ്പൊ കണ്ടാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെ. ബോക്സ് ഓഫീസിൽ ഈ 2 സിനിമകളും വലിയ വിജയം നേടിയ സിനിമകളാണ്. 2021-ൽ, അതായത് 8 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഇവരുടെ 2 സിനിമകൾ ഇതേപോലെ ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നത്. അതിൽ ആദ്യം തിയേറ്ററിൽ എത്തിയത് മോഹൻലാലിന്റെ രാവണപ്രഭുവും മമ്മൂക്കാടെ രാക്ഷസ രാജാവുമാണ്. അപ്പോൾ ഓരോ ദിവസത്തെ വ്യത്യാസത്തിലാണ് ഈ 2 സിനിമകളും തിയേറ്ററിലേക്ക് എത്തിയത്. രാവണപ്രഭുവും ബോക്സ് ഓഫീസിൽ നല്ല ഒരു ചലനം സൃഷ്ടിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. വിനയൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക പോലീസുകാരനായിട്ട് എത്തിയ സിനിമയായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിരുന്നു രാക്ഷസ രാജാവ്. ആ സിനിമയും തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളക്ഷൻ വാരിയ ഒരു സിനിമ കൂടിയായിരുന്നു. പിന്നീട് 2007-ലാണ് മലയാളികൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു മേക്കിങ്ങിൽ അമൽ നീരദ് സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂക്കാടെ ബിഗ് ബി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത്. ഇന്നും ബിഗ് ബി എന്ന സിനിമ കാണാൻ പ്രേക്ഷകരും സിനിമാ ലോകത്തുള്ള ആൾക്കാരും കാത്തിരിക്കുന്നു. പക്ഷെ ആ സിനിമയുടെ അപ്ഡേഷൻ ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ആ സിനിമ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു പരാജയം തന്നെയായിരുന്നു. കാരണം തിയേറ്ററിൽ ആ ഒരു സിനിമയെ ആൾക്കാർ അങ്ങോട്ട് ഏറ്റെടുത്തില്ല എന്ന് വേണം പറയാം. ലാലേട്ടൻ അൻവർ റഷീദിന്റെ കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഛോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയും റിലീസിനായിട്ട് എന്തായാലും ഛോട്ടാ മുംബൈ തിയേറ്ററിൽ വിജയം നേടിയ സിനിമ തന്നെയായിരുന്നു. പിന്നീട് 2010-ൽ ഒരു ഗംഭീര റിലീസ് തന്നെയായിരുന്നു. ആ ഒരു സിനിമ ഇന്നും മലയാള പ്രേക്ഷകരെ, അല്ലെ മലയാളികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള സിനിമയാണ്. രഞ്ജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂക്കാടെ പ്രാഞ്ചിയേട്ടൻ തൃശ്ശൂർ സ്ലാഗിൽ എത്തിയിട്ടുള്ള ആ ഒരു സിനിമ തിയേറ്ററിൽ 100 ദിവസം കളിച്ചു എന്ന് മാത്രമല്ല, ഗംഭീരമായിട്ടുള്ള ഒരു വിജയം തന്നെ ആ സിനിമ നേടി എന്നുള്ളതാണ്. ഒരാഴ്ച വ്യത്യാസത്തിലാണ് പിന്നീട് ലാലേട്ടന്റെ ഷിക്കാർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തത്. എന്തായാലും സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയം നേരിട്ട ഒരു സിനിമ തന്നെയാണ്. പിന്നീട് 8 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ വലിയ 2 സിനിമകൾ ഇതേപോലെ ക്ലാഷ് റിലീസായിട്ട് എത്തി. അവസാനമായിട്ട് നമ്മൾ മമ്മൂക്കാടേയും ലാലേട്ടന്റെയും കണ്ട ക്ലാഷ് റിലീസ് എന്ന് പറയുന്നത് ഈ 2016-ൽ ഇറങ്ങിയിട്ടുള്ള സിനിമ. അതായത് 2016-ൽ മലയാളത്തിൽ ആദ്യത്തെ 100 കോടി എന്ന നേട്ടവും ഈ ഒരു സിനിമ സ്വന്തമാക്കി. വൈശാഖ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായിട്ട് എത്തിയ പുലിമുരുകനായിരുന്നു മലയാളത്തിൽ ആദ്യത്തെ 100 കോടി ചിത്രം എന്ന നേട്ടവും കൈവരിച്ചത്. അതേ ദിവസം തന്നെയായിരുന്നു ജോണി ആന്റണി സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂക്കാട തോപ്പിൽ ജോപ്പൻ എന്ന് പറയുന്ന സിനിമയും തിയേറ്ററിൽ റിലീസ്. എന്തായാലും തോപ്പിൽ ജോപ്പൻ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് തിയേറ്ററിൽ കാഴ്ചവെച്ചു. കാരണം ഇത്രയും വലിയൊരു സിനിമ വന്നിട്ട് പോലും തോപ്പിൽ ജോപ്പൻ എന്ന സിനിമ അത് പ്രേക്ഷകർ അത് കൈ നീട്ടി സ്വീകരിച്ചു. വലിയൊരു ഹിറ്റ് ഒന്നും സിനിമ നേടാൻ സാധിച്ചിട്ടില്ല. വീണ്ടും 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വരുന്ന ഓണം സെപ്റ്റംബർ 12-ാം തീയതി 2 വലിയ സിനിമകൾ വീണ്ടും ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. മമ്മൂക്ക നായകനായിട്ട് എത്തുന്ന ടിനോ ടെന്നീസ് സംവിധാനം ചെയ്തിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമായിട്ടുള്ള ബസൂക്ക ആണ് 12-ാം തീയതി, സെപ്റ്റംബർ 12-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുന്നത്. ഇതിന്റെ ഒരു ട്രെയിലർ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട്. മറ്റൊന്ന്,
ലാലേട്ടന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. കാരണം ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ, മലയാളത്തിൽ ഒരുപാട് പണം മുടക്കി എടുക്കുന്ന ഒരു സിനിമ, 3Dയിലാണ് സിനിമ വരുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് ബറോസ് എന്ന സിനിമ. എന്തായാലും ഈ സിനിമയും സെപ്റ്റംബർ 12-ാം തീയതി ഒരു ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നു. അപ്പൊ ഈ രണ്ട് സിനിമകളും, മമ്മൂക്കാടെയും ലാലേട്ടന്റെ ഈ രണ്ട് സിനിമകളും 8 വർഷത്തിന് ശേഷം ഒരു ക്ലാഷ് റിലീസായിട്ട് എത്തുമ്പോഴത്തേക്ക് ഈ രണ്ട് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ഓണം അതൊരു സ്പെഷ്യൽ ഓണം തന്നെ ആയിരിക്കും. രണ്ട് സിനിമകളും സെപ്റ്റംബർ 12-ാം തീയതി തിയേറ്ററിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു 2-3 വലിയ സിനിമകളും കൂടെ ഈ സെപ്റ്റംബർ, ഈ ഓണം റിലീസായിട്ട് എത്തുന്നുണ്ട്. ടൊവിനോ തോമസ് നായകനായിട്ട് എത്തുന്ന ഒരു 3D ചിത്രമോഷണം, ആ ഒരു സിനിമയും സെപ്റ്റംബർ 11-ാം തീയതി തിയേറ്ററിൽ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു ചില സിനിമകളൂടെ ഓണം റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. ആദ്യം സെപ്റ്റംബർ 5-ാം തീയതി എത്തുന്നത് വിജയ് നായകനായിട്ട് എത്തുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാണ്. വിജയുടെ സിനിമകൾ കേരളത്തിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്ന സിനിമകൾ തന്നെയാണ്. അതിനുശേഷം സെപ്റ്റംബർ 7-ാം തീയതി മമ്മൂക്കായുടെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ദുൽഖർ സൽമാന്റെ പാൻ ഇന്ത്യൻ സിനിമയായിട്ടുള്ള ലക്കി ഭാസ്കറും തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. ഈ ഓണം സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്പെഷ്യൽ ഓണം തന്നെ ആയിരിക്കും. എന്തായാലും ഈ ഓണത്തിന് വരുന്ന ചിത്രങ്ങളിൽ ഏതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സിനിമ ആയിരിക്കും ഈ പ്രാവശ്യം ബോക്സ് ഓഫീസ് തൂക്കിയെടുക്കാൻ പോകുന്നത് എന്നുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം.